അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാരിയാത്തിയ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40-ലേറെ രോഗങ്ങളിൽ നിന്ന് 13ാമത്തെ രോഗമായ കുഫ്റാനു നിഅമത്ത്, നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന കോടിക്കണക്ക് നിഅമത്തുകൾ, അതെല്ലാം ഉണ്ടായിരിക്കെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതിരിക്കുക, നന്ദികേട് കാണിക്കുക എന്നത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതിരിക്കുക, അതിനെ തൊട്ട് ഗഫലത്ത്, അശ്രദ്ധ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്കൊന്നും ശുക്ർ ചെയ്യാതെ നന്ദികേട് കാണിക്കുക എന്നതാണ് പറയുക. അതിനെ തൊട്ട് ഗഫല, ശുക്ർ ചെയ്യാതിരിക്കുക എന്നത് അള്ളാഹുവിനിക്ക് നന്ദികേട് കാണിക്കലാണ്. അതുപോലെ വ്യക്തമായിട്ടും നന്ദികേട് കാണിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തിലുണ്ടാകും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതിരിക്കുക, അതിനെ തൊട്ടുള്ള ഗഫലത്ത്, അത് കുഫ്റാനു നിഅമത്താണെന്ന് ഇമാം അബ്ദുൽ ഗനി നാബുലുസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹദീഖത്തു നദിയ 38ാമത്തെ സ്വഭാവം 2ാം വാല്യം 100ാമത്തെ പേജിൽ രേഖപ്പെടുത്തതായി കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതുപോലെ മറ്റൊരു ആയത്തിൽ സൂറത്ത് ഇബ്രാഹിം 7ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു തആലനെ എപ്പോഴും സ്മരിക്കാൻ, അല്ലാഹുവിനെ ഓർക്കാനും, അതോടുകൂടെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല നിഅമത്തുകൾ കൂടുതലാക്കി തരും. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ നിങ്ങൾക്ക് ശക്തമായ അദാബുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇബ്രാഹിം 7ാമത്തെ ആയത്തിൽ പറയുകയാണ്. അപ്പോൾ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ദിക്ർ ചൊല്ലാനും, അല്ലാഹുവിനെ ഓർക്കാനും, അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യാനും, അതോടുകൂടെ നന്ദികേട് കാണിക്കരുത്, നന്ദികേട് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിഅമത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെ വെളിവാക്കാതിരിക്കൽ, അത് കുഫ്റാനു നിഅമത്ത്, നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു, അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ മല്ലം യഷ്കുരിൽ ഖലീല ലം യഷ്കുരിൽ കസീറ മല്ലം യഷ്കുരിൻ നാസ ലം യഷ്കുരില്ലാഹ എങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് അഹ്മദ് ഹദീസ് നുഅ്മാൻ ഇബ്നു ബശീർ 6ാം വാല്യം 394ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ എടുത്തു പറയുക എന്ന് പറയുന്നത് അത് ശുക്റാൻ, തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റൻ. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾ കുറഞ്ഞതിലേക്ക് ശുക്ർ ചെയ്യാത്തവൻ പിന്നെ എങ്ങനെ കസീറായ അധികരിച്ചതിനേക്ക് ശുക്ർ ഒരിക്കലും ചെയ്യില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ കൊണ്ട് ഒരുപാട് നമുക്ക് നിഅമത്തുകൾ, ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, അവർക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അവർക്ക് ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ, മൻ ഊതിയ മഅറൂഫൻ ഫലം യജിദ് ലഹുൽ ജസാഅ ഇല്ല സനാഅ ഫഖദ് ശകറ വമൻ കതമഹു ഫഖദ് കഫറ. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നമുക്കൊരാൾ ഗുണം ചെയ്യുമ്പോൾ അവരെ മഹത്വം പറയുകയും അത് മറച്ചു വെക്കുന്നത് നന്ദികേടാണെന്നും, അതോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പറ്റുന്ന വിധത്തിൽ ആ ഗുണങ്ങൾ, ഇഹ്സാനുകൾ, അതോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതെല്ലാം അതിന്റെ ഭാഗമാണ്. ഏതായാലും അള്ളാഹുവിന്റെ അടിമകളായ ആളുകൾക്ക് ശുക്ർ ചെയ്യാത്തവൻ പിന്നെ എങ്ങനെ ഖാലിഖായ റബ്ബിനിക്ക് ശുക്ർ ചെയ്യുക? അങ്ങനെ ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുപോലെ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദീസ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഹിയുസുന്ന ഇമാം ബഖവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാർ
തഫ്സീർ മആലിബു തൻസീൽ, തഫ്സീർ ബഗവി അടക്കമുള്ള ഒരുപാട് തഫ്സീറുകളിൽ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദിസ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിനെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും അള്ളാഹുവിന്റെ നിഅമത്തുകളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അള്ളാഹുവിനക്ക് ശുക്ർ ചെയ്യലാണ്. അതേപോലെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ വെളിവാക്കാതിരിക്കുക, അത് കുഫ്രാനു നിഅമത്ത്, നിഅമത്തുകൾക്ക് ശുക്രില്ലായ്മ, നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കലാണ് എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് അഹ്മദ് 6-ാം വാല്യം 394-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും കുഫ്രാനു നിഅം ഇവകളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുഫ്രാനു നിഅം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതിരിക്കുക, അതിനെ തൊട്ട് അശ്രദ്ധരാകുക. അത് ഹറാമാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് നിഅമത്തുകളുടെ കുഫ്രാൻ, നന്ദികേട് കാണിക്കുക. കാരണം ഈമാന്റെ ഓപ്പോസിറ്റിൽ കുഫർ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ കുഫർ തന്നെ, സത്യനിഷേധമാണ്. ശുക്രിന്റെ ഓപ്പോസിറ്റിൽ കുഫർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം നന്ദികേടാണ്. ഏതുപോലെ കഫർത്തും ബഅദ ഈമാനിക്കും ഖുർആൻ പറഞ്ഞു, അവിടെ ഈമാന്റെ ഓപ്പോസിറ്റിലാണ് കുഫർ പറഞ്ഞത്, അവിടെ സത്യനിഷേധമാണ്. അതുപോലെ വഷ്കുറൂലി വലാ തക്ഫുറൂൻ ഫദ്കുർനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, അവിടെ ശുക്രിന്റെ മുഖാബലയിൽ കുഫർ പറഞ്ഞാൽ അവിടെ നന്ദികേട് കാണിക്കലാണ്. അപ്പൊ ഏതായാലും നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത മനസ്സിന്റെ വലിയ രോഗമാണ്. മാത്രമല്ല നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ അത് എടുത്തു കളയാനും അതൊരു കാരണമാണ്. നിഅമത്തുകളൊക്കെ എടുത്തു കളയാൻ അതൊരു കാരണമാകുമെന്നും മാത്രമല്ല യഥാർത്ഥ മുസ്ലിമീങ്ങളായ നമ്മൾ അത്തരത്തിലുള്ള നന്ദികേട് കാണിക്കേണ്ടതൊട്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടതും രക്ഷപ്പെടേണ്ടതുമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശുഅബുൽ ഈമാൻ രേഖപ്പെടുത്തിയ ഹദീസ്, ഒരു സംഭവം, ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഒരാള് ദുനിയാവിന്റെ ഒരുപാട് സമ്പത്തുള്ള ആളാണ്, ഒരുപാട് സമ്പത്തുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഓരോന്നായിട്ടും ഇല്ലാതെയായി പോകുന്നുണ്ട്. ആ സമയത്തും അയാള് അള്ളാഹുവിനിക്ക് ഹംദും സനാഉം ചെയ്ത് അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യാണ്. അങ്ങനെ അയാളെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു പായ് മാത്രമായി. ആ പായിൽ അയാളിങ്ങനെ താമസിക്കുമ്പോൾ ആ പായിലിരിക്കുന്ന സമയത്ത് അപ്പോഴും അള്ളാഹുവിനിക്ക് ഹംദും സനായിലാണ് അദ്ദേഹം മഷ്ഗൂലായത്. അപ്പോൾ വേറെ ഒരു സമ്പത്തിന്റെ ആള് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്നത്, ഇപ്പൊ ഏത് വിഷയത്തിലാണ് അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഞാൻ ശുക്ർ ചെയ്യാണ്. ആ നിഅമത്തുകൾക്ക് ഞാൻ ഈ ദുനിയാവിന്റെ സമ്പത്തുകൾ മുഴുവനും ചെലവാക്കിയാലും ആ നിഅമത്തുകൾ എനിക്ക് കിട്ടുകയില്ല. അല്ലാഹു തആല തന്ന നിഅമത്തുകൾ, ഈ ദുനിയാവിലുള്ള സകല സമ്പത്തുകൾ ഞാൻ ചെലവാക്കിയാൽ ആ നിഅമത്തുകൾ എനിക്ക് ലഭിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ മനുഷ്യൻ ഇതാ ഇദ്ദേഹത്തോട് പറയുകയാണ്, എന്തിനാണ് ശുക്ർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ ഏത് നിഅമത്താണ്? ദുനിയാവിന്റെ സമ്പത്ത് മുഴുവനും ചെലവാക്കിയാലും ഈ വിധത്തിലുള്ള നിഅമത്തുകൾ എനിക്ക് ലഭിക്കുകയില്ല, അതുകൊണ്ടാണ് അള്ളാഹുവിനിക്ക് ഞാൻ ശുക്ർ ചെയ്യുന്നത്. ഏത് നിഅമത്താണെന്ന് ഇദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, നിങ്ങളുടെ നാവിനെയും കയ്യിനെയും കാലിനെയും കാണുന്നില്ലേ? നമുക്ക് അല്ലാഹു തആല തന്ന നാവ്, നമുക്ക് തന്ന കൈ, കാല്, ആരോഗ്യം, അത് വലിയ നിഅമത്തല്ലേ? കോടിക്കണക്ക് നമ്മുടെ സമ്പത്തുകൾ മുഴുവനും ചെലവാക്കിയാലും ഈ നിഅമത്തുകൾ ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ബാബും ഫി തഅദിയത്തിൻ 4-ാം വാല്യം 112-ാമത്തെ പേജിൽ, അതായത് 4462-ാമത്തെ ഹദീസ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ ധാരാളം ശുക്ർ ചെയ്യണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ ഹത്താ തർളാ, ധാരാളം ശുക്ർ ചെയ്യണം. സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ ഉണ്ടാകാൻ കാരണം തന്നെ നന്ദികേട് കൂടുതൽ കാണിക്കുന്നത് കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു തആല ചെയ്തു തന്നെ നിഅമത്തുകൾക്ക് പുരുഷന്മാരായ മുഅ്മിനീങ്ങളും സ്ത്രീകളായ മുഅ്മിനത്തുകളും എല്ലാവരും ധാരാളം ശുക്റുകൾ ചെയ്യണം. എന്നാൽ നന്ദികേട് കാണിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ
വ്യാപകമായി ഉണ്ടാകുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നസീഹത്തായി ഉപദേശിച്ചതാണ് നാളെ മഹ്ശറാ സഭയിൽ നരകത്തിൽ അധിക സ്ത്രീകളും ഉണ്ടാകുന്നത് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രത്യേകിച്ചും ഭർത്താക്കന്മാർക്ക് നന്ദികേട് കാണിക്കുമ്പോൾ അതിന്റെ ആഫത്ത്, അതിന്റെ മുസീബത്ത് ഇതാ ആഖിറത്തിൽ ധാരാളം നരകത്തിൽ കടക്കുന്നത് കൊണ്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഖനാഅത്ത് ഉള്ളത് കൊണ്ട് മതിയാക്കുക, അതുപോലെ അള്ളാഹുവിന്റെ ശുക്ർ ഇല്ലാതിരിക്കുക. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്രില്ലാത്തതിന്റെ പേരിൽ ധാരാളം ആഗ്രഹങ്ങളും തൂലുൽ അമല്, വലിയ വലിയ ഹിർസ്, അത്യാഗ്രഹം കൊണ്ടിട്ട് ഇന്ന് ഭർത്താക്കന്മാരും പിതാക്കളും വലിയ വലിയ വിഷമത്തിൽ ബാങ്ക് ഇടപാട് നിർത്തിയിട്ടും പല വിധത്തിലുള്ള കടങ്ങളിലും മുന്നിട്ട് ജീവിതത്തിന്റെ തുമഅനീനത്ത്, മനസ്സിന്റെ റാഹത്തെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, കുറഞ്ഞതിൽ അള്ളാഹുവിലേക്ക് ധാരാളം ശുക്ർ ചെയ്ത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ അധികരിപ്പിക്കാൻ നോക്കണം. എത്രമാത്രം നമ്മുടെ വീടുകളിലെ അവസ്ഥകൾ നമ്മുടെ മഹാന്മാര് പഠിപ്പിച്ച ഇമാം അബ്ദുൽ ഹമീദ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞതുപോലെ, ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി തഅലീമുൽ മുതഅല്ലിമിൽ പറഞ്ഞതുപോലെ, മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഫത്താഹ് അൽ ഗുൽഷനാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാര് ദൗലത്ത് ലാ സവാൽ വൽ ബറക്കത്തു ഫിൽ ഹാലി വൽ മആൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തിയ ഒരുപാട് ദാരിദ്ര്യങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളുണ്ട്. 100ഓളം മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യങ്ങൾ ഉണ്ടാക്കുന്ന, അതുപോലെ ഐശ്വര്യത ഇല്ലാതെയാകുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സ്ത്രീകൾ ശ്രദ്ധിച്ചെങ്കിൽ ദാരിദ്ര്യവും അതുപോലെ അങ്ങനെയുള്ള പല മുസീബത്തുകളൊക്കെ തടയാനും അതോടുകൂടെ ഐശ്വര്യം ഉണ്ടാക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അതൊന്നും ചെയ്യാതെ സാധുക്കളായ ഭർത്താക്കന്മാർ, സാധുക്കളായ പുരുഷന്മാരായ ആമക്കൾ ഇവരൊക്കെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. എത്രമാത്രം ശറഇന്റെ നിയമപ്രകാരം കൈയുള്ളവൻ ചെലവ് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്, കൈയില്ലാത്തവൻ ചെലവ്, നിർബന്ധ ചെലവിൽ തന്നെ ഒരുപാട് തഖ്ഫീഫുകൾ നേർമയാക്കിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖനാഅത്ത് ഉള്ളത് കൊണ്ട് മതിയാക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു സ്വഭാവം, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ധാരാളം ശുക്ർ, അതുപോലെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഭർത്താക്കന്മാർക്കും അതുപോലെ നമുക്ക് ഗുണം ചെയ്ത എല്ലാവർക്കും പരസ്പരം ശുക്ർ ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ശുക്റുകൾ ഉണ്ടാകുമ്പോൾ, സബ്റോടുകൂടെ ജീവിക്കുമ്പോൾ വലിയ ദുനിയാവിലും ആഖിറത്തിലും വിജയമുണ്ടാക്കാൻ അത് കാരണമാകും. ഏതായാലും കുഫ്റാനു നിഅമത്ത്, നിഅമത്തുകൾക്ക് നന്ദികേടുണ്ടാകുന്നത് പ്രധാനമായി 3 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് സബറില്ലാത്തതിന്റെ പേരിൽ, മറ്റൊന്ന് തവക്കുലിന്റെ കുറവാണ്, മറ്റൊന്ന് തെറ്റ് ചെയ്യാൻ ധൈര്യമുള്ളത് കൊണ്ടാണ്. കുഫ്റാനു നിഅമത്ത്, നിഅമത്ത് നന്ദികേട് കാണിക്കുക എന്നതിന്റെ ഒന്നാമത്തെ സബബ് സബ്ർ ഇല്ലാ ഇമാ, സബ്ർ ചെയ്യാതിരിക്കുക എന്ന ആദത്തുള്ളത് കൊണ്ടാണ്. ഏത് വിധത്തിലുള്ള പ്രയാസം വന്നാലും, ചെറിയൊരു വിഷമം വന്നാലും നന്ദികേടിന്റെ വാക്കുകൾ കൂടുന്നു, നന്ദികേട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുന്നു. എത്രമാത്രം ആ ഒരു നന്ദികേട് ചിലപ്പോൾ കുഫറിന്റെ വാക്ക് പോലും പറഞ്ഞിട്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുക എന്ന മനസ്സിന്റെ രോഗം ചികിത്സ നടത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അടിമകളായി നമുക്ക് ഒരുപാട് മുസീബത്തുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ സബ്ർ ചെയ്യുക എന്ന ഒരു ആദത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മനസ്സിൽ ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് സബ്ർ ചെയ്യുക. സബ്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്താണ് സബ്റിന്റെ മഹത്വം പറഞ്ഞത്. ഒരുപാട് ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്റിന്റെ മഹത്വങ്ങൾ പറഞ്ഞു. സബ്ർ ചെയ്യുക, ക്ഷമിക്കുക എന്ന ആദത്ത് നമ്മളെ ഉണ്ടാക്കിയാൽ നമുക്ക് നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുക എന്ന സ്വഭാവം നമ്മൾ ഇല്ലാതെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന ആയിരക്കണക്കല്ല, 10,000കണക്കല്ല, കോടിക്കണക്ക് നിഅമത്തുകളാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നത്. ആ നിഅമത്തുകൾ എപ്പോഴും ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ നഫ്സിനിക്ക് ഒരു തർബിയത്ത് നടത്താൻ കഴിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ ചെയ്ത ലക്ഷക്കണക്ക് കോടിക്കണക്കുള്ള ഈ നിഅമത്തുകൾക്ക് നാം എപ്പോഴും ശുക്ർ ചെയ്യുമ്പോൾ
നമുക്ക് മനസ്സിനൊരു സമാധാനമുണ്ടാകും. മാത്രമല്ല ഈ നിഅമത്തുകളിൽ വലിയ ബർക്കത്തും വിശാലതയും ഉണ്ടാകും. നഷ്ടപ്പെട്ട നിഅമത്തുകളും അള്ളാഹു തിരിച്ചു നൽകാനും അതൊരു കാരണമാകും. അതുകൊണ്ട് ധാരാളം നിഅമത്തുകൾക്ക് അള്ളാഹുവിനിക്ക് നാം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് നിഅമത്ത് നന്ദികേടിന്റെ രണ്ടാമത്തെ കാരണം തവക്കുലിന്റെ കുറവാണ്. ഇത് തവക്കുലിന്റെ കുറവായത് കൊണ്ടാണ് ശുക്രില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്തും അതുപോലെ ആഡംബരവും ഇത് കുറച്ചില്ലാതെയാകുമ്പോഴേക്ക് ഇതാ അള്ളാഹുവിനിക്ക് നന്ദികേട് കാണിക്കുന്ന, തവക്കുലില്ലാത്തതിന്റെ പേരിൽ, ശുക്രില്ലാത്തതിന്റെ പേരിൽ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുന്നു എന്ന് പറയുന്ന മനസ്സിന്റെ ഈ രോഗം ഇതാ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ചികിത്സിക്കേണ്ടത് അടിമകളായ നമ്മളിൽ എപ്പോഴും ഖനാഅത്തുണ്ടാക്കണം. ഉള്ളത് കൊണ്ട് മതിയാക്കുക. മൻ ഖനഅ ജല്ല വമൻ തമഅ ദല്ല. ഉള്ളത് കൊണ്ട് മതിയാക്കുമ്പോൾ ഇതാ മൻ ഖനഅ ജല്ല വമൻ തമഅ ദല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ വലിയൊരു സ്ഥാനം ഉണ്ടാകും, വലിയ ബഹുമാനമുള്ളവരാകും. അതേ സ്ഥാനത്ത് എല്ലാത്തിനും ആഗ്രഹിച്ചാലോ അവൻ നിന്നനാകും എന്ന്, ദലീലാകും, താഴ്ന്നവനാകും എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, അതിൽ എത്ര വീഴ്ചകളുണ്ട്. നമ്മൾ ചെയ്യുന്ന അഅ്മാല് എത്ര വീഴ്ചകളാ ഉള്ളത്. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ എത്ര വീഴ്ചകൾ അതിലുണ്ട്. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ടിട്ടാണ് ഈ മുസീബത്ത് വരുന്നതെന്ന് നമ്മുടെ നഫ്സിനെ തന്നെ പറഞ്ഞുകൊണ്ട് നഫ്സിനെ പാഠം പഠിപ്പിക്കാൻ നോക്കണം. ഒമാ അസാബത്തുക്കും ഈ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും. നമ്മൾ ചെയ്യുന്നതിന്റെ കാരണം കൊണ്ടാണ് എല്ലാ മുസീബത്തും വരുന്നത് എന്ന്, എപ്പോഴും നമ്മൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ നിഅമത്തിലേക്ക് ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല. മറിച്ച് ചിന്തിക്കേണ്ടത്, ഇത്തരെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് പോലും അള്ളാഹു നമ്മുടെ കണ്ണുകൾ സലാമത്താക്കിയിട്ടുണ്ട്, നമ്മുടെ കൈക്കാലുകൾ സലാമത്താക്കിയിട്ടുണ്ട്, നമുക്ക് ശ്വാസം നൽകുന്നുണ്ട്, ഇങ്ങനെയുള്ള നിഅമത്തുകൾ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനിക്ക് ധാരാളം ശുക്ർ ചെയ്യണം, അള്ളാഹുവിനിക്ക് ധാരാളം നന്ദി രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ ചെയ്തു തന്ന നിഅമത്തുകളെ നിലനിർത്താൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെ പിടിച്ചു വെക്കാൻ വേണ്ടി നാം ശുക്ർ എന്ന് പറയുന്നത് കയറുകൊണ്ട് അതിനെ ബന്ദ് ചെയ്യേണ്ടതുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ നമ്മൾ ധാരാളം ശുക്ർ ചെയ്യുമ്പോൾ ആ നിഅമത്തുകൾ വർദ്ധിക്കും. അതുപോലെ ഉള്ള നിഅമത്തുകൾ സലാമത്തിലുണ്ടാകും. അതുകൊണ്ട് നിഅമത്തുകൾ എളുപ്പമാകാൻ ശുക്ർ എന്ന കയറുകൊണ്ട് നമ്മൾ ബന്ദ് ചെയ്യണമെന്നും, മാത്രമല്ല നിഅമത്തുകൾ നീങ്ങിപ്പോകല്ല തൊട്ട് അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടുകയും വേണം. അതുപോലെ മൂന്നാമത്തത് നന്ദികേടിന്റെ മൂന്നാമത്തെ കാര്യം ജുർഅത്തുൻ അലല്ലാഹ്. അതായത് അള്ളാഹുവിന്റെ പേരിൽ ധൈര്യം കാണിക്കുക, തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുക. തെറ്റ് ചെയ്ത് ശീലിപ്പിച്ച് അടിമ എത്രമാത്രം അവന്റെ നാവിൽ നന്ദികേടിന്റെ വാക്കുകൾ വരികയാണെങ്കിൽ റബ്ബിനോട് തെറ്റ് ചെയ്യാൻ ഒരു മടി കാണിക്കാത്ത മനുഷ്യൻ, അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്യാൻ മാറ് കാണിക്കാൻ, അതല്ലേ ചെറുദോഷങ്ങള്, വൻദോഷങ്ങള്, ഇങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ മഹാന്മാര് വേർതിരിച്ചിട്ടുണ്ട്. എന്നാൽ ചില മഹാന്മാര് തെറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയതാണ്, അത് ചെറുതാവട്ടെ വലിയതാകട്ടെ. കാരണം നമ്മൾ ചെറുത് വിചാരിച്ചാൽ അത് ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയതായിരിക്കും എന്ന ആ ചിന്തയായിരുന്നു മഹാന്മാർക്കുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ എത്രയോ വൻദോഷങ്ങൾ രേഖപ്പെടുത്തി, എത്രയോ വൻദോഷങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഖാതിമത്തുൽ മുഹഖ്ഖീൻ മഹാനവറുകൾ അവിടുത്തെ അസ്സവാജിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം. ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തൻദുർ ഇലാ സുഗ്രിൽ ഖതിഅ വലാകിൻ അൻദുർ ഇലാ മൻ അസൈത. തെറ്റ് ചെറുതാണ്, ദോഷം ചെറുതാണ് എന്ന് നോക്കണ്ട, നീ ചെയ്യുന്ന തെറ്റ് ആർക്കാണ് മാറ് കാണിക്കുന്നത് എന്നത് ചിന്തിക്കുക. നമുക്ക് സൃഷ്ടാവായ റബ്ബിനിക്ക് നമ്മൾ മാറ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ലല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ ശീലിപ്പിച്ച് നാവിൽ ശുക്രില്ലായ്മയുടെ വാക്കുകൾ വരുന്നു, നന്ദികേടിന്റെ വാക്കുകൾ വരുന്നു. അത് ചിലപ്പോൾ കുഫ്രിയത്തായ കലിമാത്ത് പോലും വന്നു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കുഫ്രിയത്തിന്റെ വാക്കുകൾ പോലും നന്ദിയില്ലാത്തതിന്റെ പേരിൽ ഇതാ
സബ്രില്ലാത്തതിന്റെ പേരിൽ നാവിൽ വരുന്ന വാക്കുകൾ, ശുക്രില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കുഫ്രിയായ വാക്കുകൾ, കാഫിറായി പോകുന്ന വാക്കുകൾ പോലും നാവിൽ വന്നു പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണം, നന്ദികേട് കാണിക്കരുത്. നമ്മുടെ നാവിനെയും നമ്മുടെ മനസ്സിനെയും എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കുഫിറിന്റെ ഇരുട്ടുള്ള കുണ്ടുകളിൽ നമ്മൾ മുഖക്കുത്തനെ വീണുകൊണ്ട് എപ്പോഴും ശാശ്വതമായി നരകത്തിൽ താമസിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെ ചികിത്സിക്കൽ എങ്ങനെയാണ്? അടിമകളായ നമ്മൾ ചെയ്യേണ്ടത് നരകത്തിന്റെ അദാബുകൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. സ്വന്തം നഫ്സിനെ നരകത്തിന്റെ അദാബുകളെ തൊട്ട് എപ്പോഴും പേടിപ്പിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ ആഖിറത്തിന്റെ ചിന്ത അവന്റെ മനസ്സിലുണ്ടാക്കാൻ നോക്കണം. ആഖിറം, കാരണം മൻ അറഫൽ മൗത ഫഖദ് ഹാനത് അലൈഹി മസായിബു ദുനിയ. മരണത്തിന് ഒരാൾ ശരിക്കും ചിന്തിച്ചാൽ, ആഖിറത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ദുനിയാവിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം എളുപ്പമായി പോകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അള്ളാഹുവിന്റെ പേടി, അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ക്, മഹബത്ത്, അതോടുകൂടെ ഈമാൻ കാര്യങ്ങളിലെ പരിപൂർണ വിശ്വാസം, ലറൂരിയാത്തുദ്ദീൻ, ദീനിൽ നിഷേധിക്കാൻ കഴിയാത്ത സംഗതികൾ പരിപൂർണ വിശ്വാസവും തസ്ദീഖും, അതുപോലെ ലറൂരിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ഉസൂലിയായ ആ വിശ്വാസങ്ങൾ എല്ലാം ഉറച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, റബ്ബിന്റെ പേടിയോടുകൂടെ ആഖിറത്തിന്റെ ചിന്തയോട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നന്ദികേട് നമ്മുടെ നാവിലോ നമ്മുടെ മനസ്സിലോ വന്നു പോവുകയില്ല. അള്ളാഹുവിനിക്ക് എപ്പോഴും ശുക്ർ ചെയ്ത് നമ്മുടെ ആഖിറത്തിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് ആഖിബത്ത് നന്നാകാൻ എപ്പോഴും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈമാൻ സലാമത്താകണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല ചെയ്തിരുന്ന എല്ലാ നിഅമത്തുകൾക്ക് ധാരാളം നിഅമത്തുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത്, നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അള്ളാഹു തആല ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം ഷറഫ്, ഫദ്ല്, അതുപോലെ അവിടുത്തെ റഹ്മത്തിൽ സിയാദത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ദറജാത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റഫ്ഉ ദറജാത്തിൽ ധാരാളം സിയാദത്ത് നൽകി. അള്ളാഹു ധാരാളം ലക്ഷക്കണക്ക് കോടിക്കണക്ക് സ്വലാത്ത്, സലാം, റഹ്മത്തുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം നമുക്ക് വലിയ ഹക്ക് നമ്മുടെ മാതാപിതാക്കൾ, അതിന്റെ ശേഷം ഉസ്താദുമാർ, മറ്റൊരു കണക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക്, അതിന്റെ ശേഷം ഉസ്താദുമാരുടെ ഹക്ക്, അതിന്റെ ശേഷം മാതാപിതാക്കളുടെ ഹഖുൽ മുഅല്ലിമി അഅ്ളമു മിൻ ഹഖിൽ വാലിദൈനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകിച്ചും സാധുവായ മാതാപിതാക്കൾ, അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിൽ ധാരാളം പ്രകാശങ്ങൾ അള്ളാഹു ഇറക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ത്വാഅത്തുല്ലാഹിയോടുകൂടെ, ത്വാഅത്തുർ റസൂലോടുകൂടെ, ഇസ്തിഖാമത്തോടുകൂടെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, നമ്മുടെ അസാതിദത്ത് മശായിഖിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാര്, മശായിഖുകൾ വഫാത്തായിട്ടുണ്ട്. സാദാത്യങ്ങൾ ഒരുപാട് മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും റഫ്ഉ ദറജാത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറുകളിൽ ധാരാളം പ്രകാശങ്ങൾ അള്ളാഹു ഇറക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, മശായിഖുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഖാദിമീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും ഇസ്തിഖാമത്തോടുകൂടെ ത്വാഅത്തുല്ലാഹി, ത്വാഅത്തുർ റസൂൽ, ത്വാഅത്തു ഉലിൽ അംർ, അതോടുകൂടെ ധാരാളം ഖൈറുകൾക്ക് തൗഫീഖുകളോടുകൂടെ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർക്കത്തുള്ള അള്ളാഹു നമുക്കും ധാരാളം ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, ഇസ്തിഖാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ നമ്മുടെ ഉസ്താദവറുകൾ, ഷെയ്ഖുന വി കെ ഉസ്താദ് അവറുകൾ, അതുപോലെ ITSSന്റെ പ്രവർത്തകർ, അതുപോലെ ദാറുൽ ഇഫ്താ അൽ അസ്ഹറുടെ ഖാദിമീങ്ങൾ, സർവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറും ലുത്ഫും ആഫിയത്ത് താമ ഇസ്തിഖാമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മയും അവരെയും അല്ലാഹു സ്വാലിഹീങ്ങളായ അടിമകളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.